Hi everyone, next we are going to discuss about some subtractor circuits. Subtractor circuit is a combinational circuit which is used to perform binary subtraction. Okay, mainly there are two types of subtractor circuits. The simplest one is half subtractor and the second one is full subtractor. Okay, നമ്മൾ ബൈനറി സബ്ട്രാക്ഷൻ എങ്ങനെയൊക്കെ പെർഫോം ചെയ്യാമെന്ന് ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ഐദർ വി ക്യാൻ യൂസ് ദ കോംപ്ലിമെൻറ്റ് മെത്തേഡ് ഓർ വി ക്യാൻ സബ്ട്രാക്ട് ബൈ യൂസിങ് ഡയറക്റ്റ് മെത്തേഡ്. കോംപ്ലിമെൻറ്റ് മെത്തേഡിലാണ് നമുക്ക് സബ്ട്രാക്ഷൻ പെർഫോം ചെയ്യേണ്ടതെങ്കിൽ ഇഫ് ഐ ഹാവ് ടു സബ്ട്രാക്ട് വൈ ഫ്രം എക്സ്, ദറ്റ് ഈസ് എക്സ് മൈനസ് വൈ ആണ് എനിക്ക് ചെയ്യേണ്ടതെങ്കിൽ കോംപ്ലിമെൻറ്റ് മെത്തേഡിൽ ഐ ഹാവ് ടു ഫൈൻഡ് ദ കോംപ്ലിമെൻറ്റ് ഓഫ് ദിസ് സബ്ട്രാഹൻഡ് ആൻഡ് ദെൻ ഐ വിൽ ആഡ് ദ മൈന്യൂവൻറ്റ് ആൻഡ് കോംപ്ലിമെൻറ്റ് ഓഫ് subtrahend. Okay, this was the complement method. Then we can also perform the subtraction by using the direct method. Direct method ലാണ് നമ്മൾ subtraction ചെയ്യുന്നതെങ്കിൽ we have to subtract each bit of the subtrahend from the corresponding bit of minuend. ഓരോ ബിറ്റും corresponding ആയിട്ടുള്ള ഓരോ ബിറ്റും നമ്മൾ subtract ചെയ്തിട്ടാണ് ഡയറക്റ്റ് മെത്തേഡിലുള്ള സബ്ട്രാക്ഷൻ നമ്മൾ പെർഫോം ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സബ്ട്രാക്ടർ സർക്യൂട്ട്സ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റ് സബ്ട്രാക്ഷൻ ആണ് അവിടെ നടക്കുന്നത്. അതായത് എ ആൻഡ് ബി എന്ന് പറഞ്ഞിട്ട് രണ്ട് ബിറ്റ് തന്നിട്ടുണ്ടെങ്കിൽ എയിൽ നിന്ന് ബി ഡയറക്റ്റ് ആയിട്ട് സബ്ട്രാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ അതിനുള്ള സർക്യൂട്ട്സ് ആണ് നമ്മളിവിടെ പറഞ്ഞത്. ഹാഫ് സബ്ട്രാക്ടർ ആൻഡ് full subtractor. Okay, simplest subtractor ആണ് half subtractor. First we have to consider the half subtractor. Okay, half subtractor is a combinational circuit which is used to subtract two bits. അതായത് രണ്ട് ബിറ്റ് ആയിരിക്കും നമുക്ക് സബ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കുക. എ ആൻഡ് ബി ആണ് എൻ്റെ ഇൻപുട്ട്സ് എങ്കിൽ എ മൈനസ് ബി ആയിരിക്കും പെർഫോം ചെയ്യുന്നുണ്ടായിരിക്കുക. ദിസ് ഈസ് എ ഹാഫ് സബ്ട്രാക്ടർ ബ്ലോക്ക് ഡയഗ്രാം. ആൻഡ് ഇഫ് എക്സ് ആൻഡ് y are my inputs, I have to perform x minus y. Okay, then there will be two inputs x and y. I have to give the inputs in these pins. Okay, then the outputs will be difference and borrow. ഓക്കെ, അതായത് എക്സ് വൈ എന്ന് പറഞ്ഞിട്ട് രണ്ട് ബിറ്റാണ് നമുക്ക് ഇൻപുട്ടിൽ കൊടുക്കാൻ പറ്റുന്നുണ്ടായിരിക്കുക. ഈ എക്സ് ആൻഡ് വൈ എന്ന് പറയുന്നത് ഐദർ ഇറ്റ് വിൽ ബി 0 or 1. ഓക്കെ, നമുക്ക് ഈ എക്സ് ആൻഡ് വൈയുടെ വാല്യൂസ് 0 or 1 ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ടായിരിക്കുക. രണ്ട് ലൈൻസാണ് ഇൻപുട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ഉണ്ടായിരിക്കുക. ദെൻ ഇറ്റ് വിൽ പെർഫോം എക്സ് മൈനസ് വൈ, ഇതാണ് ഇതിനകത്ത് നടക്കുന്ന ഓപ്പറേഷൻ. ദെൻ നമുക്കൊരു ഇതിന് റിസൾട്ടൻ്റ് ആയിട്ടൊരു ഡിഫറൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അത് നമുക്ക് ഈ ഒരു ഫസ്റ്റ് ഔട്ട്പുട്ടിൽ അവൈലബിൾ ആയിരിക്കും. ദെൻ ഇഫ് എക്സ് ഇസ് ലെസ് ദാൻ വൈ, അതായത് വൈ ആണ് വലിയ ഡിജിറ്റ് എങ്കിൽ വലിയ ബിറ്റ് എങ്കിൽ ദെൻ ദർ വിൽ ബി എ ബോറോ. ഓക്കെ, അതായത് നമുക്ക് 0 മൈനസ് 1 വന്നാൽ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല. ദെൻ വാട്ട് വി വിൽ ഡു, വി ഹാവ് ടു ബോറോ എ 1 ഫ്രം ദ ഹയർ ബിറ്റ് പൊസിഷൻസ്. ഹയർ ബിറ്റ് പൊസിഷൻസിൽ നിന്ന് നമുക്കൊരു 1 ബോറോ ചെയ്താൽ മാത്രമേ ഇവിടെ ഒരു സബ്ട്രാക്ഷൻ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ എപ്പോഴെങ്കിലും നമ്മളൊരു ബോറോ അവിടെ എടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കറസ്പോണ്ടിങ് ആയിട്ട് ബോറോ ബിറ്റ് നമുക്ക് 1 വരും. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ബേസിക് ഓപ്പറേഷൻസ് വരുന്നത്. നമുക്ക് ട്രൂത്ത് ടേബിൾ വെച്ചിട്ട് അതിൻ്റെ ഒരു ഓപ്പറേഷൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, then we have to develop a logic expression corresponding to the half subtractor, and then we will draw the logic diagram corresponding to the half subtractor. Okay, then truth table നമുക്ക് നോക്കാം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹാഫ് സബ്ട്രാക്ടർ ആണ്. Then it will have two inputs. I am naming it as A and B. Then there will be two outputs. It is D and S. Sorry, D and B. That is difference and borrow. Then I will change these inputs as X and Y because there is no need of confusion between the minuend and the result. Okay. Then I am writing the truth table. The truth table entries are inputs and outputs. Our inputs are X and Y. Results are difference and borrow. Okay, then since it is a 2 input circuit, there will be 2 raised to 2 combinations, input combinations. There are 4 input combinations are possible: 0 0 0 1 1 0 and 1 1. Okay, then I have to perform x minus y. X minus y is the operation. Then the difference will be written in this column, and if there is any borrow we have to represent in this column. Okay, then I am subtracting 0 from 0. Okay, x minus y has to be done. Then the first combination is 0
x is 0, y is 0. 0 minus 0 is equal to 0. Difference is 0 and there is no need of borrow. So borrow is also 0. Okay. Then 0 minus 1. 0 minus 1. X is 0, y is 1. Then 0 minus 1 is equal to, we cannot subtract 1 from 0. Okay. Then we should have a borrow from the higher positions. Then if a borrow comes, this 0 changes to 1 0. ഒരു ബോറോ എടുത്തു കഴിഞ്ഞാൽ ഈ സീറോയ്ക്ക് പകരം 1 0 എന്നായിരിക്കും പിന്നെ ഉണ്ടായിരിക്കുക. അതായത് 1 0 എന്ന് പറയുന്നത് 2 ആണ്. 2 മൈനസ് 1 നമ്മൾ ചെയ്യുന്ന സമയത്ത് റിസൾട്ട് നമുക്ക് കിട്ടുന്നത് 1 ആയിരിക്കും. ഓക്കെ, നമ്മളിവിടെ ഒരു ബോറോ എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ റിസൾട്ട് ഈസ് 1, ദാറ്റ് ഈസ് ഡിഫറൻസ് ഈസ് 1, ദർ ഈസ് ഓൾസോ എ ബോറോ. ഓക്കെ, ദെൻ 1 1 ആയിരിക്കും നമ്മുടെ റിസൾട്ട് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് എക്സ് ഈസ് ഈക്വൽ ടു 1 and y is equal to 0. So 1 minus 0 perform ചെയ്യുന്ന സമയത്ത് difference is 1 and borrow is 0. Okay, then difference is 1, borrow is 0. Then 1 minus 1 ആണ് നെക്സ്റ്റ് ചെയ്യേണ്ടത്. 1 minus 1. 1 minus 1 ചെയ്താൽ 0 ആയിരിക്കും കിട്ടുന്നവ. There is no borrow, so borrow is also 0. Then 0 0. Okay, this is the completed truth table corresponding to a half subtractor. Okay, now we have to write the expression for a half subtractor from this truth table. Okay, നമുക്ക് ഈ ട്രൂത്ത് ടേബിൾ യൂസ് ചെയ്തിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് ഓരോ ഔട്ട്പുട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എക്സ്പ്രഷൻ എഴുതാം. എത്ര ഔട്ട്പുട്ട്സ് ഉണ്ടോ ഒരു സിസ്റ്റം നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത്, എത്ര ഔട്ട്പുട്ട്സ് ഉണ്ടോ ആ ഔട്ട്പുട്ട്സിനെല്ലാം കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ബൂളിയൻ എക്സ്പ്രഷൻസ് എഴുതണം. ഓക്കെ, ഫസ്റ്റ് ഔട്ട്പുട്ടാണ് ഡി, ഡിഫറൻസ് ഡി. ഡിക്ക് കറസ്പോണ്ടിങ് എക്സ്പ്രഷൻ എഴുതാണ്. ഇവിടെയാണ് 1 വന്നിട്ടുള്ളത്. കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ടേമാണ് ഞാനിവിടെ എഴുതേണ്ടത്. എക്സ് ബാർ വൈ ഓർ here also 1, then x y bar, it is equal to x XOR y. Okay, this is the boolean expression for the difference of half subtractor. Okay, അപ്പോൾ നമ്മൾ ആഡർ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഹാഫ് ആഡർ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഹാഫ് ആഡറിനകത്ത് സമ്മിൻ്റെ എക്സ്പ്രഷൻ എന്തായിരുന്നു? സം ഈസ് ഈക്വൽ ടു എക്സ് എക്സോർ വൈ തന്നെയായിരുന്നു. അതായത് രണ്ട് ഇൻപുട്ടിനും എക്സോർ ചെയ്താൽ നമുക്ക് സം കിട്ടുമായിരുന്നു. അതേ സെയിം എക്സ്പ്രഷൻ തന്നെയാണ് നമുക്ക് ഹാഫ് സബ്ട്രാക്ടറിൽ ഡിഫറൻസിനും വേണ്ടി വന്നേക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ബോറോയുടെ കറസ്പോണ്ടിങ് എക്സ്പ്രഷൻ ഏതാണ്? ബോറോ ബി ഇസ് ഈക്വൽ ടു, ബോറോ ബി ഇസ് ഈക്വൽ ടു 1 വരുന്നത് ഇവിടെ മാത്രമാണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ടേം നമ്മൾ കൺസിഡർ ചെയ്യുക, എക്സ് ബാർ വൈ. ഓക്കെ, ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ബോറോ. ഓക്കെ, നമ്മൾ ഹാഫ് ആഡറിൻ്റെ കേസിൽ നമുക്ക് സം ആൻഡ് ക്യാരിയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. ക്യാരിയുടെ എക്സ്പ്രഷൻ വന്നിട്ടുണ്ടായിരുന്നത് എക്സ് വൈ ആയിരുന്നു. അത് രണ്ട് ഇൻപുട്ടിനും ആൻഡ് ചെയ്താൽ നമുക്ക് ക്യാരിയും, രണ്ട് ഇൻപുട്ടിനെ എക്സോർ ചെയ്താൽ സമ്മും ആണ് നമ്മളുടെ ഹാഫ് ആഡറിൽ നമുക്ക് റിസൾട്ട്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് സമ്മിൻ്റെ എക്സ്പ്രഷനും ഡിഫറൻസിൻ്റെ എക്സ്പ്രഷനും സെയിം ആണ്. ക്യാരിയുടെ എക്സ്പ്രഷനിൽ വ്യത്യാസമുണ്ട്. ഇവിടെ എക്സ് വൈ വന്ന സമയത്ത് ഇവിടെ എക്സ് ബാർ വൈ ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, then we can draw the logic diagram corresponding to this difference and borrow. നമുക്ക് ഹാഫ് സബ്ട്രാക്ടറിൻ്റെ ലോജിക് ഡയഗ്രാം വരയ്ക്കാം. ലോജിക് ഡയഗ്രത്തിനകത്ത് രണ്ട് ഇൻപുട്സ് ആണ് നമുക്ക് ഓൾറെഡി ഉള്ളത്. എക്സ് ആൻഡ് വൈ ആർ അവർ ഇൻപുട്സ്. ദെൻ ഇഫ് വി ആർ എക്സോറിങ് ദീസ് ടു ഇൻപുട്സ് വി വിൽ ഗെറ്റ് ദ ഡിഫറൻസ്. ഡിഫറൻസ് ഡി ഈസ് ഈക്വൽ ടു എക്സ് എക്സോർ വൈ. ഓക്കെ, ഇതായിരിക്കും നമ്മുടെ ഡിഫറൻസ് വരുന്നുണ്ടായിരിക്കുക. ദെൻ എക്സ് ബാർ വൈ ആണ് ബോറോ എന്ന് പറയുന്നത്. അതായത് എക്സ് എന്ന് പറയുന്ന ഇൻപുട്ടിനെ ഐ ഹാവ് ടു ഇൻവേർട്ട്. ഓക്കെ, എക്സിന് ഇത് ഇവിടെ നിന്നാണ് ഞാൻ കണക്ഷൻ എടുത്തിട്ടുള്ളത്. എക്സ് എന്നുള്ളൊരു ഇൻപുട്ടിനെ ഐ ഹാവ് ടു ഇൻവേർട്ട് ഫസ്റ്റ്. ഓക്കെ, ഞാൻ ഈ ഇൻവേർട്ടർ യൂസ് ചെയ്തിട്ട് അതിനെ ഇൻവേർട്ട് ചെയ്തു. ദെൻ ഹിയർ ഔട്ട്പുട്ട് ഓഫ് ദി ഇൻവേർട്ടർ വിൽ ബി എക്സ് ബാർ. ദെൻ ഐ ഹാവ് ടു ആൻഡ് ദിസ് ഇൻവേർട്ടഡ് എക്സ് വിത്ത് വൈ. വൈയുമായിട്ട് നമുക്ക് അതിനെ ആൻഡ് ചെയ്യണം. ഓക്കെ, then the output will be borrow. Borrow is equal to x bar y. Okay, this is the logic diagram corresponding to the half subtractor. This circuit also we can implement by using NAND only. Okay.